ഇരുകരങ്ങളും തുറന്നു പിടിച്ചു. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഇതാ എൻ്റെ ഹൃദയം ഞാൻ തുറന്നിരിക്കുന്നു. എൻ്റെ പാപങ്ങളോടെ, എൻ്റെ അശുദ്ധികളോടെ, ആസക്തികളോടെ, കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ ദുഷ്ടതകളോടും കൂടെ എനിക്കറിഞ്ഞുകൂടാത്ത, എനിക്ക് അജ്ഞാതമായ അനേക കുറവുകളോടും ബന്ധനങ്ങളോടും അശുദ്ധികളോടും കൂടെ അങ്ങയുടെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണ്. കർത്താവേ, എൻ്റെ ശരീരം ശുചീകരിക്കുന്നത് പോലെ എനിക്ക് ശുദ്ധിയാക്കുവാൻ സാധിക്കാത്ത എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും അതിലെ ചിന്തകളും എൻ്റെ ഭാവനയും, കർത്താവ്, എൻ്റെ ഓർമ്മകളും വികാര വിചാരങ്ങളും ഞാനിപ്പോൾ അങ്ങയുടെ മുമ്പിൽ തരികയാണ്. കർത്താവെ, എന്നെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്നത് അങ്ങേക്ക് മാത്രമാണല്ലോ. പാപം ക്ഷമിക്കുവാനും കരുണ കാണിക്കുവാനും സാധിക്കുന്ന ഒരേ ഒരു ദൈവം അവിടുന്നാണല്ലോ. അങ്ങ് മാത്രമാണ് ഏക ദൈവം. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല. അങ്ങല്ലാതെ മറ്റൊരു കർത്താവില്ല. അങ്ങിൽ നിന്നല്ലാതെ മറ്റൊരുവനിൽ നിന്നും രക്ഷയില്ല. ആകയാൽ പിതാവേ, അവിടുന്ന് ലോകത്തിലേക്ക് അയച്ച അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചുകൊണ്ട് ഞാൻ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുകയാണ്. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെ ശുദ്ധരക്തം യേശുക്രിസ്തുവിൻ്റെ ശുദ്ധരക്തത്താൽ എന്നെ കഴുകി എൻ്റെ ആന്തരിക മനുഷ്യനെ ശുദ്ധിയുള്ളവനാക്കണമേ. എൻ്റെ ഹൃദയത്തെ ശുദ്ധിയുള്ളതാക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ. എൻ്റെ ഹൃദയത്തിലുള്ള വെറുപ്പിൻ്റെയും കോപത്തിൻ്റെയും കലഹത്തിൻ്റെയും പകയുടെയും പ്രതികാരത്തിൻ്റെയും എൻ്റെ ക്ഷമയുടെ കുറവുകളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവ്, എനിക്ക് ക്ഷമിക്കുവാൻ പറ്റാത്ത എല്ലാ മുറിവുകളെയും, എനിക്ക് മറക്കാൻ പറ്റാത്ത എല്ലാ വേദനകളെയും ഇപ്പോൾ ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ ആന്തരിക ഹൃദയത്തെ ശുചീകരിക്കണമേ കർത്താവേ. എൻ്റെ ഹൃദയത്തിൽ കടന്നിട്ടുള്ള ഭാരങ്ങളെ എടുത്തു കളയണമേ കർത്താവേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശുവേ, ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരികയാണ്. വലിയ ഹൃദയഭാരത്തോടെ, വലിയ ഞെരുക്കങ്ങളോടെ, വലിയ ആകുലതകളോടെ, വലിയ ജീവിത പ്രതിസന്ധികളോടെ ഞാൻ അങ്ങയെ സമീപിക്കുകയാണ്. രക്ഷിക്കുവാൻ അങ്ങയുടെ കരങ്ങളെ എൻ്റെ മേൽ നീട്ടണമേ. എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾ അതിന് തടസ്സമാണെന്ന് ഞാൻ അറിയുകയാണ്. എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പാപങ്ങളെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. ഞാൻ അവയെക്കുറിച്ച് അനുദപിക്കുകയാണ്. എന്നോട് കരുണ തോന്നണമേ കർത്താവേ. എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തകളെ, എൻ്റെ ചിന്തയിലുള്ള പാപങ്ങളെ, എൻ്റെ ചിന്തയിലുള്ള അശുദ്ധികളെ ഇപ്പോൾ തുടച്ചു മാറ്റണമേ. എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ആന്തരിക വ്യക്തിത്വത്തെ നവീകരിച്ച് പരിശുദ്ധാത്മാവിന് വാസയോഗ്യമായ ഒരു ഭവനമാക്കി എന്നെ പടുത്തുയർത്തണമേ. എന്നിലുള്ള അന്ധകാരത്തിൻ്റെ സകല കെട്ടുകളുടെ മേലും അങ്ങയുടെ പ്രകാശം ഇപ്പോൾ അയച്ചു തരണമേ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുൻപും അതിനുശേഷവും പാപം ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ. നമുക്ക് ചിലപ്പോൾ പാപബോധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. അനുതാപമില്ലാത്ത നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം, പിതാവായ ദൈവമേ, ഇത് അങ്ങയുടെ പക്കലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ജെറമിയ പ്രവചന ഗ്രന്ഥം 30-ാം അധ്യായം 14-ാം വചനം. കർത്താവ് അരുളി ചെയ്യുന്നു, സുഖപ്പെടുത്താനാവാത്ത വിധം നിനക്ക് ക്ഷതമേറ്റിരിക്കുന്നു. നിന്റെ മുറിവ് ഗുരുതരമാണ്. നിനക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. നിന്റെ മുറിവിന് മരുന്നില്ല. നിനക്ക് സൗഖ്യം ലഭിക്കുകയുമില്ല. നിന്റെ സ്നേഹിതരെല്ലാം നിന്നെ മറന്നിരിക്കുന്നു. അവർ നിന്റെ കാര്യം അന്വേഷിക്കുന്നതേയില്ല. എന്തെന്നാൽ നിന്റെ അസംഖ്യം അകൃത്യങ്ങളും ഘോരമായ പാപങ്ങളും നിമിത്തം ക്ഷതമേൽപ്പിക്കുന്ന ശത്രുവിനെ പോലെയും ക്രൂരമായി ശിക്ഷിക്കുന്നവനെ പോലെയും ഞാൻ നിന്നെ മുറിപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ വേദനയെ ചൊല്ലി എന്തിന് നിലവിളിക്കുന്നു? നിന്റെ ദുഃഖത്തിന് ശമനമുണ്ടാവുകയില്ല. എന്തെന്നാൽ നിന്റെ അകൃത്യങ്ങൾ അസംഖ്യവും നിന്റെ പാപങ്ങൾ ഘോരവുമാണ്. 31-ാം അധ്യായം 19-ാമത്തെ വചനം. എനിക്ക് വഴിതെറ്റിപ്പോയി, ഇപ്പോൾ ഞാൻ അനുദപിക്കുന്നു. എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കിയപ്പോൾ
ഞാൻ മാറത്തടിച്ച് കരഞ്ഞു. ഞാൻ ലജ്ജിച്ചു തല താഴ്ത്തി. യൗവനത്തിലെ അപമാനഭാരം ഞാൻ ഇപ്പോഴും വഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പാപത്തെ ഉപേക്ഷിച്ച് കളഞ്ഞവരാണ്. നമ്മൾ ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് കടന്നു വന്നവരാണ്. എന്നാൽ ഇപ്പോഴും കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവിന് യോഗ്യമല്ലാത്തവണ്ണം നമ്മളിൽ അറിഞ്ഞും അറിയാതെയും കിടക്കുന്ന ഇരുട്ടുകൾ, നമ്മുടെ ജീവിതത്തിലുള്ള, ബന്ധങ്ങളിലുള്ള, കുടുംബത്തിലുള്ള നിരവധിയായ സംഘർഷങ്ങൾ, സ്നേഹരാഹിത്യങ്ങൾ, കലഹങ്ങൾ, വിദ്വേഷത്തിൻ്റെ മതിലുകൾ, അന്തഛിദ്രമുള്ള ഭവനമോ രാജ്യമോ നിലനിൽക്കുകയില്ല എന്ന വചനം അറിഞ്ഞിരുന്നിട്ടും ഛിദ്രത്തിൻ്റെ, കലഹത്തിൻ്റെ, വെറുപ്പിൻ്റെ, നാശത്തിൻ്റെ വാക്കുകൾ നാവിലൂടെ പുറത്തേക്ക് വരികയാണ്. അതിനെക്കുറിച്ച് യാതൊരു ആകുലതയും ഇല്ലാതെ എൻ്റെ ഭവനത്തെ, എൻ്റെ തലമുറയെ, എൻ്റെ ജീവിതത്തെ എൻ്റെ അധരം കൊണ്ട് ഞാൻ ശാപഗ്രസ്തമാക്കുന്നു, അതിൻ്റെ അനുഗ്രഹങ്ങളെ, നിലനിൽപ്പിനെ ഞാൻ തകർത്ത് കളയുന്നു എന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയ എല്ലാ ഹൃദയ കാഠിന്യത്തിലേക്കും കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് പാപബോധം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കുവാൻ നൽകുമെന്ന് പിതാവ് അയച്ച സഹായകനായ, വാഗ്ദാനകനായ പരിശുദ്ധാത്മാവെ, എൻ്റെ പാപങ്ങളെക്കുറിച്ച്, എന്നിലെ ബന്ധനങ്ങളെക്കുറിച്ച്, എന്നിലെ ഇരുട്ടിനെക്കുറിച്ച്, എൻ്റെ അജ്ഞതകളെക്കുറിച്ച്, എൻ്റെ അഹങ്കാരത്തെക്കുറിച്ച്, എൻ്റെ അനുസരണക്കേടുകളെക്കുറിച്ച് അവിടുന്ന് എനിക്ക് ബോധ്യം തരണമേ. എൻ്റെ ഹൃദയകാഠിന്യം എടുത്തു മാറ്റണമേ. മനസ്സിൻ്റെ മുറിവുകളുടെ മേൽ യേശുവേ അങ്ങയുടെ പരിശുദ്ധമായ രക്തം ഒഴുക്കണമേ. പരിശുദ്ധാത്മാവെന്ന അഗ്നിയെ പകരണമേ. നമ്മുടെ ഇരുകരങ്ങളും പിതാവിൻ്റെ പക്കലേക്ക് ഉയർത്തി ക്ഷമിക്കുന്ന ഒരു ഹൃദയം, നിർമ്മലമായൊരു ഹൃദയം, ദൈവസ്നേഹം നിറഞ്ഞൊരു ഹൃദയം എനിക്ക് നൽകണമേ. എല്ലാ ഹൃദയഭാരങ്ങളെയും എടുത്തു മാറ്റണമേ. എൻ്റെ ഹൃദയത്തെ, എൻ്റെ ആത്മാവിനെ ദൈവത്തെ സ്തുതിക്കുവാൻ എൻ്റെ അധരത്തെയും എൻ്റെ ഹൃദയത്തെയും എൻ്റെ ശരീരത്തെയും അഗ്നി അയച്ച് സ്വതന്ത്രമാക്കണമേ കർത്താവേ. ആരാധനയുടെ അഭിഷേകം എൻ്റെ മേൽ അയക്കണമേ കർത്താവേ. ദൈവത്തെ ആരാധിക്കുന്നൊരു ജനമായി ഞങ്ങളെ മാറ്റണമേ. ആരാധനയുടെ വചസ്സുകൾ പിതാവിൻ്റെ സ്വർഗകവാടം തുറന്ന് സ്വർഗീയ സിംഹാസനത്തിലേക്ക് ഉയരുവാൻ തക്കവണ്ണം ആരാധനയുടെ അഭിഷേകം ഈ ദാസന്റെ മേൽ അയക്കണമേ, ദാസിയുടെ മേൽ അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരയോ കളങ്കമോ ഇല്ലാതെ കുഞ്ഞാടിന്റെ ശുദ്ധരക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത പിതാവേ, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തത്താൽ ഹൃദയത്തിന്റെ അധോ ഭാഗങ്ങളെ, ചിന്തകളെ, ഓർമ്മകളെ, വികാര വിചാരങ്ങളെ, കണ്ണുകളെ, കാതുകളെ, അധരത്തെ, നാവിനെ ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ. എന്നെ കഴുകണമേ കർത്താവേ, എന്നെ ശുദ്ധിയാക്കണമേ കർത്താവേ, എന്നെ വെടിപ്പുള്ളവനാക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ എന്നെ വിടുവിക്കണമേ, വീണ്ടെടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തെ, ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സ്വർഗത്തിലെ എൻ്റെ പിതാവിനെ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവിനെ, ആ ദൈവത്തെ നമ്മൾ കാണണം. കണ്ണുകളെ അടച്ച് ദൈവത്തിലേക്ക്, കണ്ണടയ്ക്കാൻ പറ്റാത്ത നിങ്ങളുടെ എല്ലാ ബന്ധനങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ശാപത്തിൻ്റെ ചങ്ങലകൾ അഴിഞ്ഞു വീഴട്ടെ, രോഗത്തിൻ്റെ ദുരിതങ്ങൾ വിറ്റു മാറട്ടെ. കണ്ണുകളുടെ മേൽ യേശുവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ മുദ്ര പതിയപ്പെടട്ടെ. എല്ലാ കണ്ണുകളും അടയപ്പെടട്ടെ യേശുനാമത്തിൽ. ഇനി നിൻ്റെ ഹൃദയം, നിൻ്റെ ചിന്ത, നിങ്ങളുടെ വേദനകൾ, അല്ലെങ്കിൽ പ്രാർത്ഥന കഴിയുമ്പം പ്രാർത്ഥിപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ്. പക്ഷെ ഇത് ദൈവം ഇപ്പോൾ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. നിൻ്റെ വേദന കേൾക്കാൻ, നിൻ്റെ രോഗങ്ങളെക്കുറിച്ച്, നിൻ്റെ ഭാരങ്ങളെക്കുറിച്ച്, നിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച്, നിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച് നിന്നെ കേൾക്കാൻ ദൈവം ഇപ്പോൾ നിന്നെ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ നിന്നെ കാത്തു നിൽക്കുന്നത് കർത്താവായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മുടെ മേൽ തൻ്റെ ശക്തി പകരുന്നു. അവൻ നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കുന്നു. അവൻ നമ്മളെ സ്വതന്ത്രരാക്കുന്നു. അവൻ നമ്മളെ ശക്തരാക്കുന്നു. അവൻ നമ്മുടെ തടവറകളെ തകർച്ചു കളയുന്നു. അവൻ നമ്മളെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഉയർപ്പിക്കുന്നു.
അവൻ നമ്മളെ ജീവനുള്ളവരാക്കുന്നു. അവൻ നമ്മളെ ശക്തരാക്കുന്നു. അവൻ നമ്മളെ വിശുദ്ധരാക്കുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ഹൃദയം തുറന്ന് സ്നേഹിച്ച്, എൻ്റെ യേശുവേ, സ്നേഹിക്കാൻ കഴിയാതെ ദുർബലമായ എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹരാഹിത്യങ്ങളിലേക്ക് അങ്ങയുടെ അഗ്നി ഇപ്പോൾ അയക്കണമേ. എല്ലാ സ്നേഹരാഹിത്യങ്ങളും ഹൃദയങ്ങളെ വിട്ടുമാറട്ടെ, ചിന്തയെ വിട്ടുമാറട്ടെ, ഓർമ്മയെ വിട്ടുമാറട്ടെ, വികാര വിചാരങ്ങളെ വിട്ടുമാറട്ടെ. സ്തുതിക്കുക. എല്ലാ അക്ഷരവും പുതിയ ഭാഷകൾ ഉണ്ടാകട്ടെ, ഭാഷാവരങ്ങൾ ഉണ്ടാകട്ടെ. ഭാഷാവരത്തിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു. ഭാഷാവരങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ കണ്ണും അടയട്ടെ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ അക്ഷരങ്ങളും എല്ലാ നാവുകളും എൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടി, എൻ്റെ കഴിഞ്ഞു പോയ 7 തലമുറകൾക്ക് വേണ്ടി, എൻ്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞു പോയിട്ടുള്ള തിന്മയുടെ പാപത്തിൻ്റെ സകല വാക്കുകൾക്കും പരിഹാരമായി യേശുവേ, അങ്ങയുടെ നാമം വിളിച്ചുകൊണ്ട് അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഞാൻ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. യേശുവിൻ്റെ നാമം വിളിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. യേശുനാമത്തിൻ്റെ ശക്തി, യേശുനാമത്തിൻ്റെ അധികാരം, യേശുനാമത്തിൻ്റെ കരുത്ത്. സ്തോത്രം, 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 സ്തോത്രം. സ്തുതിപ്പുകൾ ഉയരട്ടെ. എല്ലാ ചങ്ങലകളും തകർന്നു വീഴട്ടെ. എല്ലാ ചങ്ങലക്കെട്ടുകളും തകർന്നു വീഴട്ടെ. അടിമകളും അടിമത്തങ്ങളും കീഴടങ്ങ്, കീഴടങ്ങ്, കീഴടങ്ങ് വിട്ടുമാറി യേശുനാമത്തിൽ. ലൂക്ക 10:19 വചനത്തിന്റെ അധികാരം നിന്റെ ശിരസിൽ അഗ്നിയാകട്ടെ, നിന്റെ ശരീരത്തിൽ അഗ്നിയാകട്ടെ. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കുവാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. നിന്നെ ഉപദ്രവിക്കുന്ന എല്ലാ പിശാചുക്കളും കീഴടങ്ങട്ടെ. എല്ലാ അടിമകളും കീഴടങ്ങട്ടെ. എല്ലാ അടിമത്തങ്ങളും കീഴടങ്ങ്. ഈ ജനം സ്വതന്ത്രരാകട്ടെ, ശക്തരാകട്ടെ, കരുത്തരാകട്ടെ, ധീരരാകട്ടെ, വിശുദ്ധരാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ. അഭിഷേകത്തിന്റെ ഒരു പുതപ്പ് ഈ ജനത്തിന്റെ മേൽ ഇപ്പോൾ വീഴട്ടെ. അഭിഷേകത്തിന്റെ അധികാരം, സ്പിരിറ്റ് ജീസസ് അഭിഷേകത്തിന്റെ അപ്രമാദിത്യം ഈ ജനത്തിന് മേൽ അഗ്നിയാകട്ടെ. എല്ലാ കളകളും ശാമ്പലാകട്ടെ. ആത്മാവിന്റെ അഗ്നി എല്ലാ ശിരസിന്റെ മേലും ഇറങ്ങി വരട്ടെ. ഓരോ ശിരസിന്റെ മേലും പരിശുദ്ധാത്മാവ് അഗ്നി നാവുകളായി ഇറങ്ങട്ടെ. ശക്തരും ധീരരും വിശുദ്ധരുമാകട്ടെ. ഒരു 2ാം പെന്തക്കോസ്ത അഭിഷേകത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവരിലെ മൃതരെല്ലാം ജീവൻ പ്രാപിക്കട്ടെ. ഇവരിലെ മുടന്തരെല്ലാം സുഖം പ്രാപിക്കട്ടെ. ഭീരുക്കളെല്ലാം ശക്തി പ്രാപിക്കട്ടെ. ശക്തന്മാരെല്ലാം ധീരരും കരുത്തരുമാകട്ടെ. ശക്തിയും ധൈര്യവും ആയുധമായി തീരട്ടെ. അധികാരമുദ്ര പതിക്കപ്പെടട്ടെ. എല്ലാ ഹൃദയങ്ങളും ഉണരട്ടെ. ഹൃദയങ്ങൾക്ക് ശക്തിയുണ്ടാകട്ടെ, ധൈര്യമുണ്ടാകട്ടെ, കരുത്തുണ്ടാകട്ടെ. ആത്മാവിൻ്റെ ആരാധന, ആത്മാവിൻ്റെ അഗ്നി, ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ അധികാരം നിങ്ങളെ പുതിയട്ടെ. നിന്നിൽ നിറയട്ടെ, നിന്നിൽ നിറയട്ടെ, നിന്നിൽ കവിഞ്ഞൊഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ ശക്തിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ ശക്തിയായി നിറയണമേ. പാപത്തിൻ ശക്തി മേൽ നിന്നഗ്നിയയക്ക്.
രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയായക്കൂ, പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയായക്കൂ, ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ ശക്തിയായി നിറയണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെതിരായി സംഭവിച്ചിട്ടുള്ള എല്ലാ അകൃത്യങ്ങളും അപരാധങ്ങളും അനുസരണക്കേടുകളും അയോഗ്യതകളും അവിശ്വസ്തതകളും ഈ ജനത്തിൻ്റെ മേൽ നിന്ന് അവിടെ തുടച്ചു മാറ്റണമേ. ദൈവത്തിൻ്റെ സ്വന്തമാക്കുന്ന പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ മക്കളും പ്രവാചകരുമാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അധികാരം ഈ ജനത്തിൻ്റെ മേൽ ഇറങ്ങി വരട്ടെ. അറിവ് പകരണമേ, ജ്ഞാനം പകരണമേ, വിശുദ്ധി പകരണമേ, ശക്തി പകരണമേ. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും, അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ ശക്തിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയായക്കൂ, പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയായക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയായക്കൂ, ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ ശക്തിയായി നിറയണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ
ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. നീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി ഒഴുകണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറക്കണമേ. സീനായി ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, അഗ്നിനദിയായി പടരണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പടരണമേ. ായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
hallelujah. Hallelujah.
സ്നേഹമേ നീ വരിക
Goddess of Mary. രോഗികളെ സൗഖ്യപ്പെടുത്തുക. യേശു ക്രിസ്തു എല്ലാ കണ്ണും ഓപ്പൺ യുവർ ഐസ്, എല്ലാ കണ്ണും തുറന്ന് രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ യേശു ക്രിസ്തുവിൽ നിറഞ്ഞു നിന്ന രോഗസൗഖ്യത്തിൻ്റെ അഭിഷേകം ഞാൻ നിങ്ങളുടെ മേൽ പകരുകയാണ്. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവായ ദൈവം ഞങ്ങളുടെ മേൽ വച്ചിട്ടുള്ള സ്പിരിറ്റ് ജീസസിൻ്റെ അഗ്നി ഞാൻ ഞങ്ങളുടെ മേൽ പകരുകയാണ്. കർത്താവിൻ്റെ ആത്മാവ്, അഭിഷേകത്തിൻ്റെ ഒരു പുതപ്പ്. ഞാൻ ഒരു തവണ പിന്നിലേക്ക് ചലിക്കും. നിങ്ങൾ എത്ര ആഗ്രഹിക്കുന്നുവോ കർത്താവിൻ്റെ ദാസനെ പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ട് വരണം. ജീസസ്, ജീസസ്, ജീസസ്. എല്ലാ കണ്ണും തുറക്കും. എല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന സ്പിരിറ്റ് ജീസസിൻ്റെ അഗ്നി, ഇല്ലാത്ത അവയവങ്ങൾക്ക് രൂപം കൊടുക്കുന്ന ജ്ഞാനത്തിൻ്റെ അഗ്നി നിങ്ങളുടെ മേൽ പകരുകയാണ്. ഇപ്പോൾ അഭിഷേകത്തിൻ്റെ അധികാരം, അത്ഭുതകരമായ രോഗസൗഖ്യം നിങ്ങളുടെ ജഡങ്ങളിൽ സംഭവിക്കട്ടെ, ശരീരങ്ങളിൽ സംഭവിക്കട്ടെ. ആമേൻ. ജീസസ്. ഓ സ്തോത്രം. പുരുഷന്മാർക്കാണ്. റെഡി? Jesus, 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 Jesus. Oh, സ്തോത്രം, 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 സ്തോത്രം. കണ്ണു തുറന്ന്, കണ്ണു തുറന്ന്, കണ്ണു തുറന്ന്. ജീസസ്, ജീസസ്. സ്തോത്രം. സോറി. സ്ത്രീകൾക്ക് ആമേ, ആമേ, ആമേ. സ്തോത്രം, സ്തോത്രം. എല്ലാ കണ്ണും തുറന്നു. ശക്തി. ആമേൻ, ആമേൻ. ജീസസ്. സ്തോത്രം, 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 സ്തോത്രം. എനിക്ക് എടുത്ത് വീശാൻ ഒരു പുതപ്പ് എൻ്റെ കയ്യിലില്ല. പക്ഷെ എൻ്റെ കൈവിരലുകൾ വയനാടിൽ ഇറങ്ങുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്ത അധികാരത്തിൽ സ്ത്രീകൾക്ക് കഴിച്ചു. ഒരിക്കൽ കൂടെ സ്തോത്രം.
ക്യാമറയുടെ മധ്യഭാഗം മുതൽ നിങ്ങൾ ഏറ്റുപറഞ്ഞ്, പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് അവിടുന്ന് കടന്നു വന്ന് എന്നിൽ വാസമുറപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അഗ്നിയാൽ എന്നെ സ്പർശിക്കണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. പുതിയ അവയവങ്ങൾ ഉണ്ടാകണം. ഒരു പുതിയ പാൻക്രിയാസ് ഉണ്ടാകട്ടെ, പുതിയ ഗ്രന്ഥികൾ ഉണ്ടാകട്ടെ, പുതിയ തലച്ചോറ്, നാഡീഞരമ്പുകൾ, രക്തത്തുള്ളികൾ ഉണ്ടാകട്ടെ, അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, ഒരു പുതിയ ഹൃദയം ഉണ്ടാകട്ടെ. ദുഷ്ടത നിറഞ്ഞ ഹൃദയം തകർന്നു പോയി, അവിടെ ഒരു പുതിയ ഹൃദയം ഉണ്ടാകട്ടെ, ഒരു പുതിയ ഹൃദയം ഉണ്ടാകട്ടെ, പുതിയ അവയവങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ ഭാരവും ക്ഷീണവും വിട്ടുമാറി. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് വീണ്ടും 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 വയനാട് വിളിക്ക് ഞാൻ വിളിച്ചിട്ട് ദാസൻ വന്നില്ല. പക്ഷെ ഇത് നിങ്ങളുടെ ശക്തിയുടെ സമയമാണ്. അഭിഷേകത്തിൻ്റെ ഒരു പുതപ്പ്, അധികാരത്തിൻ്റെ ഒരു പുതപ്പ്. സ്തോത്രം, സ്തോത്രം. നിങ്ങളിൽ അനേക പ്രഘോഷകരെ ഉണരുന്ന, നിങ്ങൾക്ക് ദൈവവിളിയുടെ ഒരു പുതപ്പ് വീണുകൊണ്ടിരിക്കുകയാണ്. ശുശ്രൂഷയുടെ, ശുശ്രൂഷാവരത്തിന്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വീണ്ടും നിങ്ങൾ എന്നെ കാണരുത്, പക്ഷെ അവൻ ഇവിടെയുണ്ട്. യഥാർത്ഥമായും അവൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയായുടെ മേലങ്കി എന്നൊരു അഭിഷേകമാണ്. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ, ആമേൻ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
യോഹന്നാന്റെ സുവിശേഷം 17:1 യേശു ഇപ്രകാരം പ്രാർത്ഥിച്ചു: പിതാവേ, അങ്ങയെ മഹത്വപ്പെടുത്താൻ അവിടുത്തെ പുത്രനെ മഹത്വപ്പെടുത്തണമേ. പിതാവിനെ മഹത്വപ്പെടുത്താൻ പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നു, പിതാവേ, പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ സ്പിരിച്വസിനെ അവിടുന്ന് മഹത്വപ്പെടുത്തണമേ. പിതാവിനെ മഹത്വപ്പെടുത്താൻ കർത്താവേ, അവിടുത്തെ ദാസി കാതറിയ മറിയത്തെ അവിടുന്ന് മഹത്വപ്പെടുത്തണമേ. ഇത് കർത്താവിൻ്റെ ദാസിയുടെ ശുശ്രൂഷയാണ്. എന്നെ വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ വന്നു. അല്ല, ആ അഭിഷേകം ഒരു വ്യക്തിയിലൂടെ ഒഴുകുമ്പോൾ അതിൻ്റെ ശക്തിയിൽ ഒഴുകണം. ഏലിയായുടെ മേലങ്കി എന്ന അഭിഷേകം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ നാമത്തിൽ പത്രോസും പൗലോസും കടന്നുപോയപ്പോൾ അവരുടെ നിഴൽ വീണ് രോഗികൾ സൗഖ്യപ്പെട്ടു. ഏലിയായുടെ മേലങ്കിയിൽ നിന്ന് ഒരു എലീഷ ഉണ്ടായി. ഒരു എലീഷയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. അങ്ങയുടെ നാമത്തിൽ ദൈവമേ, അങ്ങയുടെ ശക്തി, അങ്ങയുടെ അധികാരം അവിടുന്ന് ഇപ്പോൾ ഈ പുതപ്പിൻ്റെ മേൽ ഇതിനെ അവിടുന്ന് ഉപയോഗിക്കണമേ കർത്താവ്. ഇതവിടുന്ന് ഉപയോഗിക്കണമേ കർത്താവ്. ഇതവിടുന്ന് ഉപയോഗിച്ചാലും കർത്താവ്, ഈ ജനം അങ്ങയുടെ അഗ്നിയിൽ ശക്തരും ധീരരുമാകട്ടെ, കരുത്തരും സമ്പന്നരുമാകട്ടെ. ആമേൻ, ആമേൻ. യേശുക്രിസ്തു തൻ്റെ അപ്പസ്തോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ ഇറങ്ങി വന്ന അധികാര മുദ്ര നിങ്ങളുടെ മേൽ ദാസനിലൂടെ ഇപ്പോൾ ഇറങ്ങി വരട്ടെ, ദാസിയിലൂടെ ഇറങ്ങി വരട്ടെ. അധികാരം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ, സ്വർഗത്തിൻ്റെ സംരക്ഷണം. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. എലിയുടെ അഭിഷേകം ദാസനിലുണ്ട്, ദാസിയിലുണ്ട്. അതുകൊണ്ട് ഈ കച്ച വീശാൻ ദാസിയെ ഏൽപ്പിക്കുക. വീശിക്കൊള്ളു. Hallelujah, glory. Hallelujah, glory. Hallelujah, glory. Hallelujah, glory. Hallelujah, glory. Amen, glory. Hallelujah, glory. Hallelujah, glory. Hallelujah, glory. Hallelujah, glory. Hallelujah, glory. Amen. Amen, glory. Hallelujah, glory. അത് വീണ്ടും എൻ്റെ കയ്യിൽ വന്നു. ഇതാ സഹോദരങ്ങളെ, തന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ഉറകിട്ട് പോയതെല്ലാം ഉറ കൂട്ടപ്പെടട്ടെ, എല്ലാം ഉറ കൂട്ടപ്പെടട്ടെ. ഉറകിട്ടുപോയ ഉപ്പെല്ലാം ഉറ കൂട്ടപ്പെടട്ടെ. അഗ്നിയാൽ ഉറ കൂട്ടപ്പെടുന്ന വചനം മാംസം ധരിക്കട്ടെ. എല്ലാവരും അഗ്നിയാൽ ഉറ കൂട്ടപ്പെടട്ടെ. ഏലിയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ തരത്തിലും അന്യഭാഷകൾ പുറപ്പെടട്ടെ. ആത്മാവിൽ സ്നാനപ്പെട്ടവരായി അന്യഭാഷകള് ഓരോ നാവിലും തീക്കട്ട പതിക്കട്ടെ, ഓരോ അതിരത്തിലും തീക്കട്ട. ഫയർ! സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു.
എല്ലാ ആധിപത്യങ്ങൾ കീഴടങ്ങട്ടെ. സകല പ്രഭുത്വങ്ങൾ തകരട്ടെ. എല്ലാ അശുദ്ധാത്മ കീഴടങ്ങട്ടെ. എല്ലാ അടിമകളും കീഴടങ്ങട്ടെ. ഈ ജനത്തിന് മേൽ കർത്താവിൻ്റെ അഗ്നി ഇവരെ കത്തി ജ്വലിപ്പിക്കട്ടെ. അഗ്നിയാൽ കത്തി ജ്വലിക്കട്ടെ. ആത്മാവ് ഉണരട്ടെ, ഉണരട്ടെ, ഉണരട്ടെ. റൈസ്. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സ്തോത്രം. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. കർത്താവ്, ഇവരിലെ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പത്രോസും പൗലോസും കടന്നുപോയപ്പോൾ അവരുടെ നിഴൽ വീണ് സൗഖ്യപ്പെട്ടെങ്കിൽ ഈ ജനത്തിൻ്റെ മധ്യത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി ഇവരെ സൗഖ്യപ്പെടുത്തട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ശാരീരിക വ്യാധികളും രോഗങ്ങളും രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ യേശുവിൽ നിറഞ്ഞു നിന്ന രോഗസൗഖ്യത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ എല്ലാ അവയവങ്ങളിലും ചലിക്കട്ടെ. എല്ലാ അവയവങ്ങളിലും അതിറങ്ങി വരട്ടെ. ആന്തരിക അവയവങ്ങൾക്ക് ജീവൻ ഉണ്ടാകട്ടെ. വരണ്ട അസ്ഥികൾ ദൈവത്തിൻ്റെ വചനം കേൾക്കട്ടെ. വരണ്ടു പോയതെല്ലാം ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. ജീവൻ്റെ നിയമം നിങ്ങളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവൻ്റെ നിയമം ഞങ്ങളിൽ പകരുകയാണ്. എല്ലാ ക്യാൻസർസിനെയും ഞങ്ങൾ ബന്ധിച്ച് വിച്ഛേദിക്കുന്നു. എല്ലാ ട്യൂമർ രോഗങ്ങളെയും ബന്ധിച്ച് വിച്ഛേദിക്കുന്നു. എല്ലാ ഹൃദ്രോഗ ശക്തികളെയും ബന്ധിച്ച് വിച്ഛേദിക്കുന്നു. എല്ലാ ശ്വാസകോശ രോഗങ്ങളെയും ബന്ധിച്ച് വിച്ഛേദിക്കുന്നു. രക്തവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ ബന്ധിച്ച് വിച്ഛേദിക്കുന്നു. നാഡീഞരമ്പുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ ബന്ധിച്ച് വിച്ഛേദിക്കുന്നു. ജീവൻ ഉണ്ടാകട്ടെ. കാഴ്ചയില്ലാത്ത കണ്ണിന് കാഴ്ചയുണ്ടാകട്ടെ, കേൾവിയുണ്ടാകട്ടെ, ചലനശേഷി ഉണ്ടാകട്ടെ, നിർജീവമായതിന് ജീവൻ ഉണ്ടാകട്ടെ. എല്ലാ ഗർഭാശയ രോഗങ്ങളെയും ബന്ധിച്ച് ശാസിക്കുന്നു. മക്കളില്ലാത്തവരുടെ മേൽ ജീവൻ്റെ നിയമം ഇറങ്ങി വരട്ടെ. വന്ധ്യയായ സാറായി അനുഗ്രഹിച്ച കർത്താവിൻ്റെ അധികാരം അന്ത്യമായി ഉദരത്തിൽ ഇറങ്ങി ചെല്ലട്ടെ ഇപ്പോൾ. ആമേൻ. സ്തോത്രം. നിങ്ങളെ കണ്ണ് തുറന്ന് നിൽക്കണം. നിങ്ങളിലേക്ക് വരുന്ന അഭിഷേകം നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ നടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഇരുവശങ്ങളും ചരിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ സുഖപ്പെടുത്തുകയാണ്. ഈ സമൂഹത്തിൽ ക്യാൻസറസ് ഉള്ളൊരു കൈവെക്കാം. ക്യാൻസർ രോഗമുണ്ട്, ഉള്ളവരുണ്ടെങ്കിൽ കൈവെക്കാം. ഉണ്ട്, പക്ഷെ അവരെ കൈവെക്കാൻ സാധ്യത കുറവാണ്. 4 പേര് ക്യാൻസർ രോഗികൾ ഇതിനകത്തുണ്ട്. ആ 4 ക്യാൻസർ രോഗികളെയും സുഖപ്പെടുത്തുന്നു. കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ അധികാരത്തിൽ ക്യാൻസറിൻ്റെ ശക്തിയിൽ വരെ വിട്ടുപോകട്ടെ. ക്യാൻസർ എല്ലാ സ്വാധീനങ്ങളും വരെ വിട്ടുപോകും, മാറട്ടെ. അവൻ്റെ സമൃദ്ധമായ ജീവൻ അവരിൽ ഇറങ്ങി നിറയട്ടെ. രോഗം ബാധിച്ച സെല്ലുകളും അവയവങ്ങളും രൂപാന്തരപ്പെട്ട് അവിടെ പുതിയ സെല്ലുകൾ ഉണ്ടാകട്ടെ, പുതിയ അവയവങ്ങൾ ഉണ്ടാകട്ടെ. തവൾ അവർക്കൊരു നിമിഷം സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. കർത്താവേ, ഞങ്ങൾ ഒരിക്കൽ ക്യാൻസർ വന്ന സർജറി ചെയ്ത് കീമോ എടുത്ത് സൗഖ്യപ്പെട്ട ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മേലിൽ ഒരിക്കലും അവരുടെ ശരീരത്തിൻ്റെ കോശങ്ങളെ ക്യാൻസറസിൻ്റെ യാതൊരു സ്പർശവും അവരിൽ ഉണ്ടാകാതിരിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു റേഡിയേഷൻ, ഒരു കീമോ ഇപ്പോൾ ഓരോ ശരീരങ്ങളിലും ഇറങ്ങി ചെല്ലട്ടെ. അവിടെ രോഗബാധിതമായതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ കരിഞ്ഞ് പരിപൂർണ സൗഖ്യമുണ്ടാകട്ടെ.
ദീർഘായുസ്സും ആരോഗ്യവും നിങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. എല്ലാ രോഗത്തെയും ഞങ്ങൾ വിച്ഛേദിക്കുന്നു. ജീവനുണ്ടാകട്ടെ. ഹൃദയധമനികളിലെ ബ്ലോക്ക് കർത്താവയുടെ നാമത്തിൽ അതെല്ലാം ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. ആമേൻ. സ്തോത്രം. എല്ലാ ആർത്രൈറ്റിസ് രോഗങ്ങൾ, വാതരോഗങ്ങൾ വിച്ഛേദിക്കുന്നു. ജീവനുണ്ടാകട്ടെ, ജീവനുണ്ടാകട്ടെ, ജീവനുണ്ടാകട്ടെ. എല്ലാ വേദനകളും വിട്ടുമാറട്ടെ. എല്ലാ വേദനയും വിട്ടുമാറും. എല്ലാ നീരും വിട്ടുമാറട്ടെ. നിങ്ങളുടെ ചലനശേഷി സ്വതന്ത്രമാകട്ടെ. ആമേൻ. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കണം. ഇവിടെ ഓരോ വാക്ക് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അത്ഭുതത്തോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ അറിയാതെ നിന്റെ ശരീരത്തിൽ അത്ഭുതകരമായ ദൈവശക്തി ഇറങ്ങി വരുന്നുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ അവിടെ കൈ വയ്ക്കുക. എൻ്റെ രോഗം ഇതാണ്, എനിക്ക് സൗഖ്യമുണ്ട്. ഈശോനെ സുഖപ്പെടുത്തുകയാണ്. അടുത്ത അഭിഷേകം എന്നെ സുഖപ്പെടുത്തുകയാണ്. അഭിഷേകം എന്നെ സുഖപ്പെടുത്തുകയാണ്. എനിക്ക് സൗഖ്യമുണ്ട്. ഈ അഭിഷേകത്തിൻ്റെ കീഴിൽ എനിക്ക് സൗഖ്യമുണ്ട്. നിനക്ക് സൗഖ്യമുണ്ട്. അതേത് രോഗമായിരുന്നാലും, അതെത്ര മാരക രോഗമായിരുന്നാലും, ഇതാ നീ സുഖപ്പെടുകയാണ്. ഇപ്പോൾ നീ സുഖം പ്രാപിക്കുകയാണ്. നിലവിൽ ഇറങ്ങുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ യു ബി ഹീൽഡ്, യു ബി ഹീൽഡ്. നീ സുഖമാക്കപ്പെടട്ടെ. അതിനെതിരെ നിൽക്കുന്ന ദുഷ്ടപിശാചുകൾ വിട്ടു മാറട്ടെ. അടിമകൾ, അശുദ്ധാത്മാക്കൾ വിട്ടു മാറട്ടെ. പാരമ്പര്യമായതിലേക്ക് ഇറങ്ങി വന്ന കടന്നു വന്ന അശാപത്തിന്റെ ശക്തികൾ നിന്നെ വിട്ടു മാറട്ടെ. ഓരോ വ്യക്തികളും സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. നിങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ അഭിഷേകം ഒരിക്കൽ കൂടി ചലിച്ച് നിങ്ങളുടെ ശരീരമാസകലം ആ ശക്തി, സ്പിരിറ്റ് ഇൻ ജീസസിന്റെ അഗ്നി ഇറങ്ങി വന്ന് യു ബി ഫ്രീ ആൻഡ് ബി ഹീൽഡ്. നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. നീ സ്വതന്ത്രനാകട്ടെ. നിങ്ങൾ രോഗമുള്ള ഭാഗത്ത് കൈവച്ചു വിഷയങ്ങളിലേക്ക് വരിക. അമ്മേ സ്തോത്രം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു.
ചേർന്ന് ദൈവകൃപ നിറഞ്ഞ് മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങേ തിരുവുദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. നമ്മുടെ എല്ലാ രോഗങ്ങളെയും സൗഖ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഒരിക്കൽ കൂടെ സ്വീകരിച്ചുകൊണ്ട് ദൈവകൃപ നിറഞ്ഞ് മറിയമേ സ്വസ്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ, രണ്ട് കരങ്ങളും ശക്തമായിട്ട് അടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്, പിതാവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രം. മഹത്വം മഹത്വം എന്നേശുവേ. അതേ സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങളുടെ അസ്ഥികൾക്ക് വേദനയുണ്ടായിരുന്നു, നീരുണ്ടായിരുന്നു, മടക്കാൻ നിവർത്താൻ പറ്റില്ല, ശരീരത്തിൽ ഒരു ബലം എന്തോ വരിഞ്ഞു കെട്ടിയിരിക്കുന്ന പോലെയുള്ള ശരീരത്തിൻ്റെ അവസ്ഥ, കാഴ്ചയില്ലാത്ത കണ്ണ്, കേൾവിക്കുറവ്, എന്തെല്ലാം രോഗങ്ങളാണോ, ശരീരത്തിലുള്ള മുഴകൾ, നീര്, എന്തെല്ലാം നിങ്ങൾക്കുണ്ടോ, എല്ലാ തവണയും കൊണ്ടുവരുന്ന രോഗത്തെ തിരിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഇന്ന് കൊണ്ടുപോകരുത്. സൗഖ്യപ്പെടുത്തണം. സൗഖ്യം നിന്റെ അവകാശമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കൊല്ലത്തായിരുന്നു. കൊല്ലത്ത് രോഗസൗഖ്യം പ്രാർത്ഥിച്ചിരുന്നുവോ എന്നെനിക്ക് നല്ല ഓർമ്മയില്ല. പക്ഷെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി, ആരാധനയ്ക്ക് ഇറങ്ങി ചെന്നൊരു സ്ത്രീ, ആ സഹോദരിയുടെ സാക്ഷ്യം ഇതായിരുന്നു. അവരുടെ ഹൃദയത്തിന്, അവർ ആൻജിയോപ്ലാസ്റ്റി അവർക്ക് കഴിഞ്ഞതാണ്. അവരുടെ ഹൃദയത്തിന് വീണ്ടും ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരിലേക്ക് ഇറങ്ങി ചെല്ലുന്ന നിമിഷം അത്ഭുതകരമായിട്ട് അവർ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ഞങ്ങളിവിടെ വരുന്നതിനും ഒരു ദിവസം മുൻപ് മേരിലാൻഡ് സൂര്യനെല്ലിയിൽ വീണ്ടും അതേ കരുണ, രോഗസൗഖ്യത്തിൻ്റെ അഭിഷേകം അവിടെ കരകവിഞ്ഞൊഴുകി. ഇത് നിൻ്റെ സമയമാണ്. ഹല്ലേലൂയ. ഇത് ഞാൻ സുഖപ്പെടുവാൻ ദൈവം എനിക്ക് തന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ പരിശോധിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കാതിരുന്നോ അത് ചെയ്തു. വേദന കുറച്ച് സമയം മാറി നിൽക്കും, പിന്നെയും വരാറുണ്ടല്ലോ, അതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയല്ല, പിന്നെ വരാൻ പാടില്ല. ഹല്ലേലൂയ. അവൻ സൗഖ്യപ്പെടുത്തിയതെല്ലാം പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടതായിരിക്കും. കർത്താവ് അനുഗ്രഹിച്ചത് എന്നും അനുഗ്രഹമായിരിക്കും. കർത്താവ് സൗഖ്യപ്പെടുത്തിയത് എന്നും സൗഖ്യമായിരിക്കും. അതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം നിങ്ങളിൽ ഉറയ്ക്കട്ടെ. ധൈര്യവും ശക്തിയും നിങ്ങൾക്കുണ്ടാകട്ടെ. രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിന്ന രോഗസൗഖ്യത്തിൻ്റെ അഭിഷേകം ഞാൻ നിങ്ങളുടെ മേൽ പകരുകയാണ്. അത് നിങ്ങളിൽ നിലനിൽക്കട്ടെ. നിങ്ങളിലെ അവസാനത്തെ രോഗിയും സൗഖ്യപ്പെടുവോളം ജീവൻ്റെ നിയമം നിങ്ങളിൽ ചലിക്കട്ടെ. പരിശോധിച്ചു കൊള്ളുക. കുനിഞ്ഞ് നിവർന്ന് കൈ മടക്കി തിരിച്ച്, കൈകൾ നിവർത്തി, ചുമലുകൾ തിരിച്ച്, കഴുത്ത് ഇരുവശങ്ങളിലേക്കും തിരിച്ച്, കൈയുടെ വിരലുകൾ, ജോയിൻസ് ഒക്കെ തിരിച്ച്, വിരലുകൾ മടക്കി നിവർത്തി. എല്ലാവരും നിങ്ങളുടെ കാല്, കൈയുടെ കുഴ, 7 പ്രാവശ്യം വെച്ചു. അടുത്ത ജോയിന്റ്, കൈയുടെ ജോയിന്റ് 7 പ്രാവശ്യം. ചുമല്, ഷോൾഡർ 7 പ്രാവശ്യം. രണ്ടും ഒരുമിച്ച് പതുക്കെയൊക്കെ വേണം. കഴുത്ത് 3 പ്രാവശ്യം. ഇരുവശങ്ങളിലേക്ക്, മുൻപോട്ട്, പിന്നിലേക്ക്, നടുവ് കുനിഞ്ഞോടുക, താഴേക്ക് കുനിയുക, താഴേക്ക് കുനിഞ്ഞോളുക, താഴേക്ക്. നിങ്ങളുടെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കാലുമുട്ട് മടക്കാതെ, കാലിൻ്റെ മുട്ട് മടക്കാതെ നിങ്ങളുടെ കൈകൊണ്ട് കാലിൻ്റെ പാദത്തിൽ തൊടാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. കാലിൻ്റെ മുട്ട് മടങ്ങരുത്. കൈവിരൽ തുമ്പ് നിങ്ങളുടെ കാൽപാദത്തിൽ തൊടാൻ പറ്റുന്നുണ്ടോ നോക്കുക. 3 പ്രാവശ്യം ശ്രമിച്ച് 1 പ്രാവശ്യം പറ്റാത്തവർ വീണ്ടും ഒന്നുകൂടെ യേശുനാമത്തിൽ
ഒന്നുകൂടെ നോക്കിക്കൊള്ളുക. യേശു നാമത്തിൽ എനിക്ക് തൊഴാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ കൈവൃത്തിക്ക് എല്ലാവരും തൊട്ടിട്ടുണ്ട്. സ്തോത്രം. ഇനിയടുത്ത് നിങ്ങളുടെ കാൽമുട്ട് മടക്കുക, നിവർത്ത് 7 പ്രാവശ്യം. കാലിൻ്റെ മുട്ട്, 2 മുട്ടും അസ്ഥിയുടെ എല്ലാ തേയ്മാനവും യേശുനാമത്തിൽ പുതിയ കാർട്ടിലേജ് ഉണ്ടാകട്ടെ, പുതിയ മുട്ടുകൾ ഉണ്ടാകട്ടെ. തേയ്മാനം സംഭവിച്ച അസ്ഥികൾ പൂർവ്വസ്ഥിതിയിലാകട്ടെ. ജീവൻ 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 ഉണ്ടാകട്ടെ. 2 കാല്. സ്തോത്രം. അടുത്തത് കാൽക്കുഴ. ഇരുവശങ്ങളിലേക്കും, കാലല്ല കാലിൻ്റെ കുഴ, കാൽക്കുഴ നിങ്ങൾ ചുഴറ്റുക 2 വശങ്ങളിലേക്കും. അതായത് നിങ്ങളുടെ കൈയുടെ കുഴ ചുട്ടിയ പോലെ തന്നെ കാലിൻ്റെ കുഴ ഇവിടെ നിങ്ങൾ അനങ്ങണം. ഇവിടെ 2 വശങ്ങളിലേക്ക് താഴ്ത്തി പിടിച്ചു, താഴേക്ക്. എല്ലാവരും ചുഴറ്റിക്ക് 2 സൈഡിലേക്ക്, പിന്നീട് മുകളിലേക്ക് താഴേക്ക്. മാക്സിമം ബലം കൊടുത്ത് മുകളിലേക്കും താഴേക്കും. ഇപ്പം നിങ്ങളുടെ ശംഖിനകത്ത് ഒരു ഭാരം കെട്ടി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ശംഖിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഭാരം, എൻ്റെ ഇവിടെ എന്തോ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നു. അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. ഉറച്ചിക്കോ, നോക്കിക്കേ. ഇതിനകത്ത് എന്തോ ഒന്ന് നിറഞ്ഞിട്ട് വായു നിറഞ്ഞു നിൽക്കുന്ന പോലെ. കൈ താഴ്ത്തരുത്, താഴ്ത്തണ്ട. 7 പ്രാവശ്യം ജീവശ്വാസം ഉള്ളിലേക്ക്, നാസാരന്ധ്രങ്ങളിലൂടെ ജീവന്റെ ശ്വാസം. ഇനി കൈ ഉയർത്തി പിടിച്ചിരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ 2 കൈയും നിങ്ങളുടെ ശിരസിന്റെ ചുമലിലേക്ക് പിറകിൽ. ഇനി 7 പ്രാവശ്യം ജീവശ്വാസം. നിങ്ങളുടെ ചെസ്റ്റ്, നെഞ്ചുഭാഗം നിവർന്ന് നിൽക്കണം. മുൻപോട്ടേക്ക്, പുറകോട്ടേക്കല്ല, മുൻപോട്ട്. നിങ്ങൾ ഈ ചുമല് പുറകിലേക്ക് നിൽക്കണം. ചുമല്. അപ്പോൾ നിങ്ങളുടെ ശ്വാസകോശം അപ്പോഴാണ് സ്വതന്ത്രമാകുന്നത്. ഇനി നിങ്ങൾ 7 പ്രാവശ്യം ഉള്ളിലേക്ക് ജീവശ്വാസം. കർത്താവായ ദൈവം ആദത്തെ ഒരു മൺരൂപമുണ്ടാക്കി. ആ മൺരൂപത്തിന് അവിടുത്തെ ജീവന്റെ ശ്വാസം ആ മൺരൂപത്തിൻ്റെ മേൽ അവിടുന്ന് നിവേശിപ്പിച്ചു. മനുഷ്യൻ ജീവനുള്ളവനെ തീർന്നു. ദൈവം ആദത്തിൻ്റെ മേൽ വെച്ച ജീവന്റെ ശ്വാസം നിന്റെ നാസാരന്ധ്രങ്ങളിലൂടെ ജീവനും സൗഖ്യവും അധികാരവും ശക്തിയുമായി നിന്നിൽ പ്രവേശിക്കട്ടെ. നിന്റെ രക്തം ശുദ്ധിയുള്ളതായി തീരട്ടെ, സൗഖ്യമുള്ളതായി തീരട്ടെ. യേശുനാമത്തിൽ 1 പൂർണ്ണമായിട്ട് നിശ്വസിക്കുക. 2 ഉള്ളിലേക്ക് ശക്തിയോടെ നിശ്വസിക്കുക. 3 4 5 6 7 കൈകളെടുത്ത് മുകളിലേക്കും താഴേക്കും 3 പ്രാവശ്യം പൂർണ്ണമായിട്ട്. ജീസസ് 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 യേശുനാമം. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകളെ അടിച്ച് സ്തോത്രം സ്തോത്രം. എൻ്റെ ശരീരം അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെട്ടു. അങ്ങനെയുള്ളവർ അത്ഭുതകരമായ സൗഖ്യം അനുഭവിച്ച കൈകൾ അടിച്ചോളൂ. ശരീരത്തെ പരിശോധിക്കുക. കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തി. അങ്ങനെയുള്ളവർ നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് മധ്യഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കുക. നിങ്ങളെ തന്നെ പരിശോധിച്ച് നോക്കുക. എത്ര വലിയ വ്യാധിയാകട്ടെ, മുടന്തൻ്റെ കാല് സൗഖ്യപ്പെടുത്തിയ കർത്താവ് എല്ലാ മുടന്തുകൾ എടുത്ത് മാറ്റട്ടെ. ഇപ്പോൾ ജീസസിൽ ഉണ്ടായിരുന്ന ഉള്ളതും നിലനിൽക്കുന്നതുമായ അത്ഭുതകരമായ
രോഗസുഖിതന്റെ അഭിഷേകത്തെ വീണ്ടും ഒരിക്കൽ കൂടെ ഓരോ ജഡങ്ങളിലും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജീവൻ ഉണ്ടാകട്ടെ. എല്ലാവരും പുരുഷന്മാരെ പരിശോധിച്ചുകൊള്ളുക. നിങ്ങളുടെ എല്ലാ ഹൈ പ്രഷറും എല്ലാ ഹൈ ഷുഗറും നോർമലാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. വേറിട്ട് പാർക്കുന്നൊരു ജനം, സൗഖ്യവും സമാധാനവും അനുഗ്രഹവും സമൃദ്ധിയും സമ്പത്തുമുള്ളൊരു ജനമായി ക്രിസ്തുവിൽ നീ ഇപ്പോൾ രൂപാന്തരപ്പെടട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. ഞങ്ങൾ ഇവിടെ ആരാധിക്കും, നമ്മൾ ഒരുമിച്ച് ആരാധിക്കുകയാണ്. പക്ഷെ ആരാധിക്കുന്ന സമയത്തും നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുക. നിങ്ങൾ സൗഖ്യപ്പെട്ടതായി കണ്ടാൽ മധ്യഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കുക. സ്തോത്രം. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു. സ്തോത്രം. നടുവേദന, കുനിയാൻ പറ്റാത്തവര് പരിശോധിച്ചുകൊള്ളുക. എന്ത് പറ്റാതിരുന്നോ? വായിക്കാൻ പറ്റില്ല, കണ്ണിന് കാഴ്ചയില്ല, പുസ്തകം എടുത്ത് വായിച്ചു നോക്കിക്കൊള്ളുക. Hallelujah, hallelujah, jayam jayame. Hallelujah, hallelujah, jayam Yeshuve. Hallelujah, hallelujah, jayam jayame. Hallelujah, hallelujah, jayam Yeshuve. Magatam magatam nenne Yeshuve. Magatam magatam nenne Yeshuve. Magatam magatam nenne Yeshuve. മഹത്വം നിന്നെ യേശുവേ. മഹത്വം നിന്നെ യേശുവേ. മഹത്വം നിന്നെ യേശുവേ. മഹത്വം നിന്നെ യേശുവേ. മഹത്വം എന്നെ യേശുവേ. അസാധ്യമതെല്ലാം സാധ്യമാക്കുന്നവൻ സർവശക്തൻ പരമോന്നതൻ. അസാധ്യമതെല്ലാം സാധ്യമാക്കുന്നവൻ സർവശക്തൻ പരമോന്നതൻ. മഹത്വം എന്നെ യേശുവേ. 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 സ്നേഹസ്വരൂപ കൃപയെന്നതീശ കരുണാസാഗരമേ. സ്നേഹസ്വരൂപ കൃപയെന്നതീശ കരുണാസാഗരമേ. മഹത്വം എന്നെ യേശുവേ. 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 ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ജയമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ജയം യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ജയം ജയമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ജയം യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്ഫുടനീസസിന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ഇടിമുഴക്കത്തിന്റെ ശബ്ദം പോലെയും സ്വർഗത്തിൽ അവിടുത്തെ സ്തുതിക്കുന്ന വിശുദ്ധദൂതന്മാരുടെ ശബ്ദത്തിൻ്റെ ഒപ്പം സ്ഫുടനീസസിന്റെ ശബ്ദം പിതാവിൻ്റെ കാതുകളിൽ വേറിട്ട് പതിക്കട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എന്നെ തൻ്റെ ആത്മാവിനാൽ സമ്പന്നനാക്കിയിരിക്കുന്നു, ശക്തയാക്കിയിരിക്കുന്നു. നമ്മളിൽ ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിങ്ങൾക്കൊരു പുതിയ ശരീരം നൽകട്ടെ, ഒരു പുതിയ മനസ്സ് നൽകട്ടെ, ഒരു പുതിയ അഭിഷേകം നൽകട്ടെ. ആമേൻ, ഹല്ലേലൂയ. അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വവും ജീവനില്ലാത്തവയ്ക്ക് ജീവനും നൽകുന്ന കർത്താവ്, അവിടുത്തെ ശക്തി നിങ്ങളിൽ ചലിക്കട്ടെ, നിന്റെ കുടുംബത്തിൽ ചലിക്കട്ടെ. രൂപമില്ലാത്തതിനെല്ലാം രൂപമുണ്ടാകട്ടെ, ക്രമരഹിതമായതെല്ലാം ക്രമമാകട്ടെ, സൗഖ്യമില്ലാത്തതെല്ലാം സൗഖ്യമുണ്ടാകട്ടെ, ജീവനില്ലാത്തിടത്തെല്ലാം ജീവനുണ്ടാകട്ടെ, ദാരിദ്ര്യമുള്ളിടത്തെല്ലാം സമ്പത്തുണ്ടാകട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളെ പൊതിഞ്ഞു നിൽക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ നിൽക്കുന്നവർ ഒഴികെ ബാക്കിയുള്ളവർ ഇരുന്നു കൊള്ളുക. ആ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങളുടെ കാലിൻ്റെ വേദന, കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദന, കുറച്ച് സമയം നിന്ന് കഴിയുമ്പോൾ കാലുവേദനയാണ്, നിങ്ങൾ സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എങ്ങനെ സൗഖ്യപ്പെട്ടു? കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തി. വളരെ ചെറിയ വാക്കിൽ എന്താണ് നിങ്ങൾക്കുണ്ടായിരുന്ന ശാരീരിക ബുദ്ധിമുട്ട്, എങ്ങനെ സൗഖ്യപ്പെട്ടു എന്ന് നടക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോയി. എനിക്ക് ഇന്നലെ വരുമ്പോൾ ഒരു പനിയും ജലദോഷവും ചുമയെല്ലാം പിടിച്ച് കുറേ നാളുകളായി വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. എനിക്കിന്നലെ സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നിവിടെ ഈ ശുശ്രൂഷ കർത്താവിൻ്റെ ദാസി നടത്തിയപ്പോൾ ഈ ശ്വാസം ഉള്ളിലേക്ക് 7 പ്രാവശ്യം എടുത്ത് ലങ്സ് എല്ലാം സൗഖ്യപ്പെടട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ നാസാരന്ധ്രങ്ങൾ തുറക്കപ്പെട്ടു. എനിക്കിപ്പോൾ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരു സാക്ഷ്യം പറയണമെന്ന്. പക്ഷേ എനിക്കിതുപോലെ സംസാരിക്കാൻ ആവാത്തതുകൊണ്ടാണ് ഞാൻ തിരികെ വീട്ടിലേക്ക് പോയത്, സാക്ഷ്യം പറയാൻ സാധിക്കാതെ. ഇന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിന്, ലങ്സിന് വലിയ ആശ്വാസം ഈ ശുശ്രൂഷ സമയത്ത് ലഭിച്ചു. കർത്താവിന് സ്തോത്രം, കർത്താവിൻ്റെ ദാസർക്ക് നന്ദി. ഹല്ലേലൂയ, ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റോസ്ലി വർഗീസ്, അങ്കമാലിയിൽ നിന്ന് വരുന്നു. എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ നെഞ്ചിൽ ഭയങ്കര ഇടിപ്പ്, ഭയങ്കര ശക്തമായി ഇടിക്കും ചില സമയത്ത്. അത് പിന്നെ കുറച്ച് ശാന്തമാവും. അത് ഈയിടെയായിട്ട് അത് കൂടി വരികയായിരുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസി 7 പ്രാവശ്യം ആ ശ്വാസം എടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചിൽ നിന്ന് വലിയൊരു ഭാരം വിട്ടുപോയി. വലിയൊരു ശാന്തത എൻ്റെ ഹൃദയത്തിൽ ഞാൻ അനുഭവിക്കുന്നു. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ടിബി, കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ വളരെ ആകുലതയോടെയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് എനിക്ക് കൂടുതൽ നേരം നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാലിന് ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ ഇന്ന് ഇത് ആരാധനയുടെ സമയത്ത് എൻ്റെ കാലിൻ്റെ വേദന മാറി. ഇപ്പോൾ പൂർണ്ണമായിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, നല്ല സൗഖ്യമുണ്ട്. ഈശോയെ നന്ദി. ഈശോയെ ഇതിപ്പം 2 വർഷമായിട്ടുണ്ടായിരുന്നു. ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ താഴോട്ട് പൂർണ്ണമായിട്ട് തകർന്നു പോയതായിരുന്നു. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ കണ്ടീഷനിലായത്. പക്ഷേ ഇവിടെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഞാൻ വന്നത്. എങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പം പൂർണ്ണ സൗഖ്യമുണ്ട്, നല്ല വേദന മാറി. എനിക്ക് ഹെർണിയ ഇറങ്ങുന്ന ഒരു പണിയായിരുന്നു. അപ്പോൾ അങ്ങനെ വയറിൻ്റെ ഒരു വശത്ത് ഇങ്ങനെ മുഴച്ച് നിൽക്കുമായിരുന്നു. കർത്താവിൻ്റെ ദാസിയുടെ ശുശ്രൂഷ അഗ്നി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പം എൻ്റെ വയറിലേക്ക് എന്തോ ഒരു അഗ്നി പതിച്ച പോലെ അനുഭവം ഉണ്ടായി. ഇപ്പം ആ ഹെർണിയയുടെ ആ മുഴുപ്പ് മാറി, 2 വശവും ഒരേപോലെയായി. അതേപോലെ എനിക്ക് ഹൃദയത്തിനൊരു ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതും 7 പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ പറഞ്ഞ് പുറത്തേക്ക് വിട്ടപ്പോൾ അത് എനിക്ക് ഫ്രീ ആയി. ഞാൻ ഓക്കെ. യേശുവിന് നന്ദി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ലിസമ്മ, കോഴിക്കോട് നിന്ന്. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടായിരുന്നു. ഞാൻ ചില സമയത്ത് നടക്കുമ്പോൾ എൻ്റെ ഹൃദയം ഹാർട്ട് നിന്ന് പോണ പോലെ കയറ്റം കയറുമ്പോഴൊക്കെ, ഇന്ന് രാവിലെ പള്ളിയിൽ പോയപ്പം അങ്ങനെ തോന്നി. ഇപ്പോൾ എനിക്ക് ഒത്തിരി റിലാക്സേഷൻ എൻ്റെ ശരീരത്തിന് കിട്ടി. അതുപോലെ മുട്ടുവേദനയും ഒത്തിരി
റിലാക്സ്ഡ് ആണ്. അതുപോലെ പുതിയ പാൻക്രിയാസ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ വിശ്വസിക്കുന്നു, എനിക്കൊരു പുതിയ പാൻക്രിയാസ് കിട്ടിയെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആവേ മരിയ. നന്ദി. എല്ലാ കർത്താവിൻ്റെ ദാസർക്കും നന്ദി പറയുന്നു. യേശു നന്ദി, യേശു സ്തോത്രം. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്, പത്തനംതിട്ട അടൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ മുട്ടുവേദന, എൻ്റെ നടുവിന് ഒരു 6 മാസത്തിന് മുമ്പേ ഒരു വീഴ്ച വീണതാണ്. ആ വീഴ്ചയോടുകൂടി എനിക്ക് നടുവ് അനക്കാൻ വയ്യ, എനിക്ക് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ആ നടുവേദന വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ നെഞ്ചിനകത്തൊരു പൊളപ്പ് പോലെ വന്നു. അത് കൂടെ കൂടി ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഈ ധ്യാനത്തിനൊക്കെ വരുമ്പം ഇവിടെ വന്ന് അത് എനിക്ക് കുറവ് കിട്ടും. പക്ഷേ ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് ഇരട്ടിയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ വന്ന് എനിക്ക് ശ്വാസം വിടാൻ വയ്യായിരുന്നു. രാത്രി ഞാൻ വലിയ പ്രയാസപ്പെട്ടാണ് ഉറങ്ങിയത്. ഇന്ന് രാവിലെ ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ എനിക്ക് വലിയ പ്രയാസമായിരുന്നു. ഞാൻ എങ്ങനെ പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ നടന്നു പോയി. ഞാൻ കുർബാനയും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ഇപ്പോൾ ഇവിടെ എൻ്റെ മുട്ടിന് വേദന ഉണ്ട്. ആ വേദന മാറി. കഴിഞ്ഞ എറണാകുളത്തെ ശുശ്രൂഷയ്ക്ക് 2 പേര് കസേരയിൽ നിന്ന് എൻ്റെ കാല് വീണ്. എൻ്റെ കാല് നേരത്തെ പൊട്ടലുണ്ടായിരുന്നു. ആ പൊട്ടൽ സുഖപ്പെട്ടതായിരുന്നു, അത് കുറഞ്ഞതായിരുന്നു. അത് ഈ കസേര വീണ് 2 പേരൂടെ വന്ന് വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒട്ടും നടക്കാൻ വയ്യായിരുന്നു. ആ വേദന ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ ശുശ്രൂഷയിൽ ആ വേദനയ്ക്ക് സൗഖ്യം കിട്ടി. എൻ്റെ നടുവിനും സൗഖ്യം കിട്ടുന്നുണ്ട്. എനിക്ക് യേശുവേ നന്ദി, യേശു സ്തോത്രം. ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഈ മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോൾ 2ാം നിലയിലായത് കാരണം എനിക്ക് ഈ പ്രാവശ്യം ഒട്ടും കയറാൻ പറ്റില്ലായിരുന്നു. എന്തിനെങ്കിലും ഒന്ന് ഞാൻ കയറി കഴിഞ്ഞാൽ കുറച്ച് നേരം നിന്നിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. അപ്പം ആൻജിയോഗ്രാം ചെയ്തത് കാരണം അവരവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ എന്നെ നോക്കിയ ഡോക്ടർ അന്ന് ലീവായിരുന്നു. അപ്പം ഞാൻ എല്ലാ ടെസ്റ്റും ചെയ്തു, എക്കോ ടെസ്റ്റെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വീട് അടുത്താണ്, ഞാൻ രാവിലെ വരാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഞാൻ ഇവർ പ്രാർത്ഥന കഴിഞ്ഞ് പോയപ്പോൾ അവിടെ നന്നായിട്ട് ഇരുന്നങ്ങ് പ്രാർത്ഥിച്ചിട്ട് ഒരു 6 മണിയായത് ഞാൻ സമയം അറിഞ്ഞില്ല. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഓർത്ത് എൻ്റെ മമ്മിക്ക് ഉണ്ടായിരുന്നു, പപ്പയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല, എനിക്ക് ഈ പ്രാർത്ഥന മുടങ്ങി പോകുന്നത്. പിന്നെ ഹോസ്പിറ്റലുകാർ വിളിച്ചു ഞാൻ പോയി. അപ്പോൾ ഞാൻ തലേന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു. എനിക്ക് ഇനി ആൻജിയോപ്ലാസ്റ്റി ചെയ്യരുത്, അവരങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. എനിക്ക് അത് നിർബന്ധപൂർവ്വം ഇങ്ങനെ പ്രാർത്ഥിച്ച് പിന്നെ പോയപ്പോൾ അവർ 1 മാസത്തേക്ക് മരുന്ന് തന്നു. എന്തായാലും എനിക്ക് കുറച്ചും കൂടെ ഒരു ക്ഷീണമൊക്കെ മാറി അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെയുള്ള ദിവസങ്ങളിൽ എനിക്ക് നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കാലിനൊക്കെ ഭയങ്കര നീരായിരുന്നു. എനിക്ക് നീര് മാറി. പിന്നെ നല്ലോണം എൻ്റെ ശ്വാസമൊക്കെ എടുക്കാൻ പറ്റിയിട്ട് റിലാക്സായി. പിന്നെ എനിക്ക് ക്യാൻസർ വന്നതായിരുന്നുകൊണ്ട് ആ ക്യാൻസർ രോഗികൾ സൗഖ്യം കിട്ടിയാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം പെട്ടെന്ന് ഒരു ഷോക്ക് അടിച്ച പോലെയുള്ളൊരു അഭിഷേകം എന്നിൽ വന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദൈവാനുഗ്രഹം തന്ന എൻ്റെ കർത്താവിനെ ഞാൻ ഒത്തിരിയേറെ നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് സ്തുതി പറയുന്നു. ഹല്ലേലൂയ. ബ്രസ്റ്റ് ഓപ്പറേഷൻ, യൂട്രസ് ഓപ്പറേഷൻ, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ ആളാണ് ഞാൻ. എൻ്റെ മേൽ പ്രവർത്തിക്കുന്ന അഭിഷേകമാണ് ഇവിടെ എല്ലാം എനിക്ക് സൗഖ്യം തന്നത്. ഇന്ന് എൻ്റെ 2 കാലിൻ്റെ തുടക്കി ഭയങ്കര നീരായിരുന്നു. ഇങ്ങോട്ടും ചാടാനൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ദാസി പറഞ്ഞു, നിങ്ങൾ സ്വതന്ത്രരാകാൻ വേണ്ടി കൂടുതൽ ശക്തിയോടെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയുന്നത് പോലെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു, പറഞ്ഞ പോലെ ചെയ്തു. എൻ്റെ എല്ലാ രോഗങ്ങളും എൻ്റെ കർത്താവ് എടുത്തു മാറ്റി. ഈ അഭിഷേകം ഇറക്കിക്കൊണ്ടുവന്ന ദാസന്മാർക്കും ശുശ്രൂഷകർക്കും നന്ദി പറയുന്നു. കർത്താവ് യേശുവേ സ്തുതി മഹത്വം. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് തോമസ്. ഞാൻ ആലക്കോട് കൂട്ടായ്മയിൽ നിന്ന് വന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഈ നടുവിന് കുറേ നേരം നിന്ന് കഴിയുമ്പോൾ ഈ നടു കുനിയാൻ മേലാത്തൊരു വേദനയായിരുന്നു. ഈ അഭിഷേകത്തിൻ്റെ സമയത്ത് അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. ഇപ്പോൾ കുനിയുന്നതിന് കുഴപ്പമില്ല, നന്നായി സുഖം കഴിഞ്ഞ്. അതുപോലെ ഇവിടെ കൈ വെച്ചിട്ട് ശ്വാസം വലിക്കാൻ പറഞ്ഞു. ആ സമയത്ത് നല്ലപോലെ ഏമ്പക്കം പോയിട്ട് ശരീരം പൂർണ്ണമായി സുഖപ്പെട്ട ഒരു ഭാരം കുറഞ്ഞ അവസ്ഥ. അതുപോലെ തന്നെയായിരുന്നു ആദ്യാവസാനം ഇന്നലെ മുതൽ അഭിഷേകത്തിൻ്റെ പെരുമഴയായിരുന്നു. ഹൃദയം ഇങ്ങനെ തുടിച്ച് തുള്ളുന്ന ഒരവസ്ഥ. നല്ലപോലെ അഭിഷേകം വന്ന് എടുത്തു തുടിക്കുകയാണ്. മുമ്പത്തെ ആ വർഷിപ്പിൻ്റെ സമയത്ത് ഒരു മേഘത്തിൻ്റെ
ഒരു വെൺമേഘത്തിൻ്റെ ഉള്ളിലായിരുന്നു. ഇവിടെ മറ്റാരും ഉള്ള ഒരവസ്ഥ അല്ല, ഞാൻ മാത്രമേ ഉള്ളൂ ആസ്വദിക്കുന്ന ആ അവസ്ഥയിലായിരുന്നു. യേശുവെ നന്ദി, യേശുവെ സ്വസ്ഥം. ദൈവമേ നന്ദി. ഈശോയിനെ കുറച്ച് ദിവസങ്ങൾ എൻ്റെ നടു ഭയങ്കര വേദനയായിരുന്നു. ഇരുന്നാൽ എഴുന്നേക്കാൻ പറ്റത്തില്ല, ഇരിക്കാനും വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആ വേദന എല്ലാം എന്നെ വിട്ടുപോയി. ഇന്നലെ ഇന്നുമായിട്ട് വലിയ സൗഖ്യവും വിടുതലും വലിയ അഭിഷേകം അനുഭവിച്ചറിയാം. എൻ്റെ പേര് ചിന്നമ്മ, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. എനിക്ക് കുറച്ച് നാളുകളായിട്ട് നടുവിന് വേദനയും കാലിന് ബലക്കുറവുമായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് കാലുകൾ കുടഞ്ഞ ശുശ്രൂഷയിൽ എനിക്ക് ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യം കിട്ടി. നടുവിൻ്റെ വേദന വിട്ടുമാറി, കാലുകൾക്ക് നല്ല ശക്തിയും ബലവുമായി. യേശുവേ നന്ദി. യേശു പ്രൈസ് ലോർഡ്. എൻ്റെ ഒരു ബേബി, ഞാൻ ആലക്കോട് നിന്ന് വരുന്നു. ഒരു 5 മാസമായിട്ട് ഭയങ്കര രോഗപീഠകളായിരുന്നു. ഒത്തിരി പ്രയാസങ്ങളും വേദനകളും ഒക്കെ സഹിക്കേണ്ടി വന്നു. ഇവിടെ ഒരു ഈ ഉമ്മീന്ദ്രഗ്രന്ഥിക്ക് ഭയങ്കരമായ വേദന, ആ പരിസരം മുഴുവൻ അതിൻ്റെ കല്ലുണ്ടായി, ഭയങ്കരമായ വേദന. തൊണ്ടയ്ക്കൊരു ഇവിടെ ഒരു ഭയങ്കര മുഴ ഉള്ളിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഉമിഞ്ഞ് ഇറക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു. ഞാൻ മേരിലാൻഡിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കരമായ വേദന സഹിച്ചിട്ട് അപ്രതീക്ഷിതമായിട്ട് വേദന കൂടിയപ്പോൾ ഞാൻ വീട്ടിൽ പോകേണ്ടതായിട്ട് വന്നു. വീട്ടിൽ ചെന്ന് പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ സംഗതി വളരെ ഗുരുതരമെന്ന് മനസ്സിലായി. തൊണ്ടയ്ക്കത്തെ ഇതൊരു ക്യാൻസറാണെന്നൊരു അവസ്ഥയിലേക്ക് ആദ്യം അവർ പറഞ്ഞു ഡോക്ടർമാർ. അപ്പോൾ അങ്ങനെ പ്രയാസപ്പെട്ട് ഇനി രക്ഷയില്ല, തീർന്നു, സമയം തീർന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച നിരാശയിലൊക്കെ അങ്ങനെ ഇരുന്നു. ഏതായാലും പോയി ഓപ്പറേഷനും ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളഞ്ഞു. വലിയ പ്രയാസമാണ്, ശരീരത്തിന് മൊത്തം ഒരു തളർച്ച, ഒരു ബലമില്ലായ്മ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ആ സമയം മുതൽ വല്ലാതെ ഷുഗർ കൂടി 450, 500 വരെ അങ്ങ് പോകും. ചില സമയങ്ങളിൽ രാവിലെ നോക്കുമ്പോൾ 60, 50. അപ്പോഴേക്കും ശരീരമെല്ലാം വിറച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കിടക്കുന്നിടത്തുനിന്ന് പോലും ഒന്ന് തിരിഞ്ഞു കിടക്കാൻ അനങ്ങാനൊന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതിൽ നിന്ന് വലിയ ഒരു വിടുതൽ ഇപ്പം കിട്ടിയിട്ടുണ്ട്, വലിയൊരു വിടുതൽ. അപ്പോൾ ആ ഓപ്പറേഷന് ശേഷം എനിക്ക് രോഗത്തിൻ്റെ ഒരു കൂട്ടം തന്നെയായിരുന്നു. കിഡ്നി സ്റ്റോൺ വല്ലാണ്ട് കൂടി. ഈ വലത്തെ സൈഡിലത്തെ കിഡ്നിക്കകത്ത് ഭയങ്കരമായ കല്ല് വന്നിട്ട് ഇരിക്കാനും കിടക്കാനും നിൽക്കാനും ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അതിഭയങ്കര വേദന, മുഴുവൻ സമയത്ത് നിൽക്കുക. അപ്പം ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ പോയി മരുന്നൊക്കെ മേടിച്ചെങ്കിലും വെള്ളം കുടിക്കും. ഒരു 5-6 ലിറ്റർ വെള്ളം കുടിച്ച് വലസൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്ന് ആ ഒരു ആശ്വാസത്തിലാണ് പറഞ്ഞാൽ ഒരു 1.5-2 മാസം കടന്നു പോയത്. അപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. ഒരു 19-20 വർഷം മുമ്പ് കോട്ടയത്ത് ഒരു ധ്യാനത്തിൽ വെച്ച് ടോംബറിൻ്റെ കൈവയ്പ്പിലൂടെ പ്രാർത്ഥനയിലൂടെ എൻ്റെ ഇടത്തെ സൈഡിലത്തെ കിഡ്നിയുടെ ആ വേദന പ്രാർത്ഥിച്ചു മാറി. 12 വർഷം ഉണ്ടായിരുന്ന വേദന ദാസൻ്റെ പ്രാർത്ഥനയിലൂടെ പെട്ടെന്ന് ഒന്ന് നിലം പതിച്ച് വീണു. ഏതായാലും പൂർണ്ണമായി അതിനുശേഷം ഇന്നും ഒരു ഇടത്തെ സൈഡിൽ ആ വേദന ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പോൾ ഈ വേദന ഉണ്ടായപ്പോൾ ഞാൻ ആകെപ്പാടെ അസ്വസ്ഥനായി. ഇപ്പോൾ രാജു പറഞ്ഞ ശുശ്രൂഷയുടെ തീർച്ചയായിട്ടും ചേട്ടൻ വന്ന് അഭിഷേകം പ്രാപിച്ച് സൗഖ്യപ്പെടുമെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് വയ്യാത്ത അവസ്ഥയാണ്. കാരണം വെച്ചാൽ ഈ ഷുഗറിൻ്റെ കൂടുതൽ കൊണ്ട് വണ്ടിയെ വരാനൊരു വിശ്വാസമില്ല. എങ്ങനെ വന്ന് പറ്റും, എങ്ങനെ തിരിച്ചു പോകും, ഇങ്ങനെ വിഷമിച്ച് പ്രയാസപ്പെട്ട് വെള്ളിയാഴ്ച 10 മണിയായപ്പോഴാണ് രണ്ടും കൽപ്പിച്ച് എന്തും ആരും വേണ്ടിയില്ല പോകാമെന്ന് തീരുമാനിച്ച് ഇങ്ങനെ പോരുമായിരുന്നു. ഇവിടെ വന്നു. യാത്രയൊന്നും പ്രയാസമൊന്നും ഉണ്ടായില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒത്തിരി പ്രശ്നങ്ങളാണ്, അനവധി പ്രശ്നങ്ങളാണ്. ഇവ 2 കൈകളെ 2 ഷോൾഡറിനും പിന്നെ ഇങ്ങനെ പൊക്കാൻ പറ്റാത്തൊരവസ്ഥ 2 സൈഡിലും. പെട്ടെന്ന് താഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അന്നേരം വേദന, വേദനയോട് വേദന, എപ്പോഴും വേദന. ഇപ്പോൾ ഈ കിഡ്നിയുടെ സ്റ്റോണിൻ്റെ വേദന ഇങ്ങനെ വന്ന് അത് വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് മുട്ടേൻ്റെ 2 മുട്ടിനും വേദന. ഈ പാദം, ഈ 2 പാദത്തിനും ഭയങ്കര വേദന, മരപ്പ് നടക്കുമ്പം ചിലപ്പോൾ നിലത്ത് മുഴുവൻ നടത്തില്ല. ചെരുപ്പ് ഊരി പോയാൽ പോലും
കുറച്ചു കാലമായിട്ട് അറിയത്തില്ല, അതുപോലെ വിഷമമായിരുന്നു. ഏതായാലും കർത്താവിൻ്റെ വലിയൊരു കൃപ ദാസൻ്റെയും അഭിഷേക പ്രാർത്ഥനയിലൂടെ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി, പൂർണ്ണ സൗഖ്യം. കർത്താവിന് നന്ദി പറയുകയാണ്. ദാസൻ പ്രഖ്യാപിച്ചു, ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും വലിയ സൗഖ്യമുണ്ടാകും ഉറപ്പാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഇത് മൊത്തം സൗഖ്യം കിട്ടിയായിരുന്നെങ്കിൽ ആരോഗ്യത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തായിരുന്നു. ഇല്ലെങ്കിൽ ഈ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അവസ്ഥ വളരെ മോശമാണ്. ആഹാരം കഴിക്കാൻ പോലും ഉള്ള ശക്തിയില്ല, എഴുതി നടക്കാനോ ഒന്നും ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം കഴിഞ്ഞു, ആയുസ് കഴിഞ്ഞു, അങ്ങനെ ഞാൻ വിചാരിച്ചു. ഇപ്പോൾ കർത്താവിനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എൻ്റെ ആയുസ് തീർന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വീണ്ടും ആയുസ് നീട്ടിത്തരുവാണെങ്കിൽ എൻ്റെ ശരീരത്തിലെ രോഗങ്ങളെല്ലാം മാറാതെ എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പൂർണ്ണമായൊരു വിടുതൽ വരുവാണെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി എത്ര കാലം ഉണ്ടോ അത്രയും കാലം നിൽക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ശരീരം ഇപ്പോഴൊന്നും അനുവദിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു. ഏതായാലും കർത്താവ് ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. കർത്താവിൻ്റെ ദാസനും ദാസിയും ചെയ്ത ശുശ്രൂഷകൾക്ക് ദൈവമേ, ലോകത്ത് ആർക്കും ഇങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. അത്രമാത്രം വലിയ ശുശ്രൂഷയാണ് ദാസൻ ചെയ്യുന്ന ശുശ്രൂഷകൾ. എനിക്കിതിന് മുമ്പ് ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്നെല്ലാം സ്പിരിഞ്ചേഴ്സിൻ്റെ കൂട്ടായ്മയിൽ വന്നിട്ടുണ്ടോ എന്ന് ഒത്തിരി പ്രശ്നങ്ങളുമായിട്ട് ഞാൻ വന്നിട്ടുള്ളൂ. ആ പ്രശ്നങ്ങളെല്ലാം കർത്താവ് എനിക്ക് തീർത്തു തന്നിട്ടുണ്ട്. ഒരു കാര്യം മാത്രമേ എനിക്ക് ഇനി ബാക്കിയുള്ളൂ. ഞാൻ ആഗ്രഹിച്ച നല്ലൊരു വീട് എനിക്ക് പണ്ട് പോലൊരു ആഗ്രഹമാണ്. ആ ഒരു ആഗ്രഹം ഒഴിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള അനവധിയായ കാര്യങ്ങളും സാധിച്ചു തന്നു കർത്താവ്. എനിക്കെന്നെ കർത്താവ് ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്, മക്കളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. മക്കൾക്ക് നല്ല കുടുംബജീവിതം നടന്ന സാഹചര്യത്തിലേക്ക് കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ദൈവം ഇത്രമാത്രം വലിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നിട്ടും ദൈവം ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും വലിയ അനുഗ്രഹത്തിലാണ് നിൽക്കുന്നത്. ദൈവത്തിന് ഒത്തിരി 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 നന്ദി പറയും. അതുപോലെ രാജുവേറിൻ്റെ വലിയ നിർബന്ധം കൊണ്ടാണ് ഞാൻ അവിടെ വന്നത്. വരാൻ എനിക്ക് പ്ലാനേ ഇല്ലായിരുന്നു. ഞാൻ ഒഴിവാക്കിയത് വയ്യാത്തതുകൊണ്ട്. പക്ഷേ രാജുവേറിൻ്റെ നിർബന്ധമായിട്ടും പറഞ്ഞു, ഉറപ്പായിട്ടും അഭിഷേകം കിട്ടും. കർത്താവിൻ്റെ ദാസൻ്റെ ഒരു കൈവെപ്പിന് ദൈവച്ചേട്ടൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറഞ്ഞു. ദൈവത്തിന് അനേകം 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 നന്ദി. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് വേണ്ടി നിലനിൽക്കും. കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ബേബിച്ചേട്ടനെ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. ഈ മകനായിരുന്ന മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്ന വലിയൊരു യുദ്ധരംഗം, വലിയൊരു ആത്മീയ ശുശ്രൂഷ രംഗം അങ്ങയുടെ ദാസനോടും ഈ ജനത്തോടും ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ശിരസ് മുതൽ പാദം വരെ പരിപൂർണ സൗഖ്യമുണ്ടാകട്ടെ, പരിപൂർണ സൗഖ്യമുണ്ടാകട്ടെ. എല്ലാ ഷുഗറിൻ്റെ വേരിയേഷനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. യേശുനാമത്തിൽ ഷുഗർ നോർമലാകട്ടെ. ആയുസ്സും ആരോഗ്യവും നൽകി, അഭിഷേകവും ശക്തിയും നൽകി കർത്താവ് നിന്റെ നാമത്തിനും രാജ്യത്തിനും വേണ്ടി സഹോദരനെ ശക്തമായി ഉപയോഗിക്കട്ടെ. ആത്മാവിൻ്റെ അഗ്നി നിറയട്ടെ, ജീവൻ നിറയട്ടെ, ശക്തിയുണ്ടാകട്ടെ, അധികാരമുണ്ടാകട്ടെ. മരണത്തിൻ്റെ എല്ലാ നിയമങ്ങളെയും ശാസിക്കുന്നു, എല്ലാ ഭയത്തെയും വിച്ഛേദിക്കുന്നു. ധൈര്യവും ശക്തിയും ബലവും കരുത്തും ഉണ്ടാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. എനിക്ക് 2 ഇനം രോഗമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് വെരിക്കോസ്, അത് പൊട്ടി പഴുപ്പ് ഒഴുകുകയായിരുന്നു. അതുപോലെ തന്നെ ശരീരം മുഴുവനും പഴുത്ത് വെള്ളം ഒഴുകുകയായിരുന്നു. 10 മാസക്കാലം ഞാനിത് അനുഭവിച്ചുകൊണ്ട് നടന്നു. പക്ഷേ എൻ്റെ മനസ്സൊരിക്കലും നിരാശപ്പെട്ടില്ല. ഞാൻ എപ്പോഴും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നടന്നു. ഉറക്കത്തിലും അങ്ങനെ തന്നെ ചെയ്തു. ഇന്നലെ രാത്രിയിൽ അതിഭയങ്കരമായ വേദനയായിരുന്നു, പഴുപ്പായിരുന്നു. രാത്രിക്ക് ഞാൻ ലൈറ്റിട്ട് നോക്കി, അപ്പം എൻ്റെ കാലിലെ നീരെല്ലാം പോയി. പക്ഷേ നേരം വെളുക്കോളം വേദനയുണ്ടായിരുന്നു. ഇപ്പം ആ വേദന മാറി, ആ തോലെല്ലാം പൊളിഞ്ഞു പോയി. എനിക്ക് കർത്താവ് നല്ല സൗഖ്യം തന്നു. ദൈവമേ നന്ദി കർത്താവെ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 10
മാസമായി. 10 മാസമായി. വലതുകാലല്ലേ? മുമ്പോട്ട് വെച്ച്. മകളുടെ കാലിൽ പഴുപ്പും വേദന ഇന്നലെ രാത്രിയിലും ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? പക്ഷെ ഇപ്പോൾ കാലിൽ പഴുപ്പില്ല, പകരം കാല് പഴുത്തിരുന്നതിൻ്റെ ഒരു കളർ വ്യത്യാസമുണ്ട്, ഒരു കറുത്ത കളറ്. കർത്താവേ, അത്ഭുതകരമായി വേരിക്കോസിൻ്റെ എല്ലാ ശക്തികളെയും പിഴുതുകളയുന്ന സ്പിരിറ്റ് ജീസസ് അഭിഷേകം എല്ലാ വ്യാധികളെ സൗഖ്യപ്പെടുത്തി എല്ലാ വേദനയും പരിപൂർണമായി അത്ഭുതകരമായിട്ടൊരു സൗഖ്യമാണ്. ഇന്നലെ രാത്രിയും പഴുത്ത് വേദന എടുത്തിരുന്ന കാലിന്ന് കർത്താവ് സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പേര് സുമൻ ഫ്രം തൃശ്ശൂർ. ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ എനിക്കൊരു ക്യാൻസർ റിക്കറൻസ് ഉണ്ടായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. സർജറി കഴിഞ്ഞു, കീമോ എടുത്തു. അപ്പോൾ എനിക്ക് അതിനുശേഷം എൻ്റെ വയറ്റിൻ്റെ വലതുവശത്ത് എനിക്കൊരു വേദന ഉണ്ടാവുമായിരുന്നു എപ്പോഴും മോൾ ഭാഗത്തായിട്ട്. പിന്നെ കോളൻ റിമൂവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് സ്റ്റൊമക്കിൽ എപ്പോഴും ഒരു ടർബുലൻസ് ഫീൽ ചെയ്യുമായിരുന്നു. എനിക്ക് യാത്ര ചെയ്യാനായിട്ട് ഒട്ടും സാധിക്കുമായിരുന്നില്ല, ലോങ് ഡിസ്റ്റൻസ്. പക്ഷേ ഞാൻ കഴിഞ്ഞ സൂര്യനെല്ലിയിൽ നടന്ന ശുശ്രൂഷയിൽ എനിക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിച്ചു. ശരിക്കും അന്ന് ഞാൻ അവിടെ സാക്ഷ്യം പറയേണ്ടതായിരുന്നു. അന്ന് എൻ്റെ ഈ വലതുവശത്തുള്ള വേദന മാറിയിരുന്നു. ഞാൻ അന്ന് സാക്ഷ്യം പറയാതിരുന്നതിന് ഞാൻ കർത്താവിനോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ വയറ്റിൽ യാതൊരു വിധത്തിലുള്ള ടർബുലൻസും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ. ശരിക്കും ഞാൻ ഇത്രയും ആരോഗ്യത്തോടുകൂടെ എനിക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. കാരണം അത്രയധികം ഞാൻ ഈ അഭിഷേകത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഈ അഭിഷേകത്തിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ ശരിക്കും ഇന്ന് ജീവിച്ചിരിക്കുന്നത്. കാരണം ഞാനൊരിക്കലും റിക്കറൻസ് ഉണ്ടായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് പോകുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ ഇത്രയും ആരോഗ്യത്തോടു കൂടെ തിരിച്ചു വരും എന്നുള്ളത്. കാരണം ട്രീറ്റ്മെൻറ്റ് നടന്നെങ്കിലും എൻ്റെ ശരീരത്തെ ഒന്നും ബാധിച്ചിട്ടില്ല. കാരണം ഞാനിന്ന് വളരെ മുമ്പ് എങ്ങനെയായിരുന്നോ അതിനേക്കാളും ഞാൻ ആക്റ്റീവാണ് ഇപ്പോൾ. എനിക്ക് കാരണം അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, സ്പിരിറ്റ് ജീസസ് അഭിഷേകം. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്നുമൊക്കെ എനിക്ക് വളരെ ആഴമായ ബോധ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ പോയതിന് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. കാരണം അതെനിക്ക് ഒരുപാട് തിരിച്ചറിവുകളും ഒരുപാട് ബോധ്യങ്ങളും ഞാൻ ആരാണെന്ന് എനിക്ക് സ്വയം തിരിച്ചറിയാനും എന്നിലുള്ള കുറവുകൾ തിരിച്ചറിയാനും എല്ലാം ഈ മാസങ്ങൾ എനിക്ക് അവസരം ഒരുക്കി. ശരിക്കും ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ് എല്ലാ അനുഗ്രഹങ്ങൾക്കും. കാരണം കർത്താവിൻ്റെ ദാസൻ എന്നോടും പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞിരുന്നു, യു ആർ എ സ്പിരിറ്റ് ഇൻ ജീസസ്, നത്തിങ് വിൽ ഹാപ്പൻ ടു യു. അത് സത്യമാണ്. ഐ എം എ സ്പിരിറ്റ് ഇൻ ജീസസ്, നത്തിങ് വിൽ ഹേർട്ട് മീ. അത് ശരിക്കും തെളിയിക്കുന്നതായിരുന്നു ഞാൻ കടന്നുപോയ അവസ്ഥകൾ. എല്ലാത്തിനും ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഈ അഭിഷേകത്തോട്, സ്പിരിറ്റ് ജീസസ് അഭിഷേകത്തോട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ നന്ദി പറയുന്നു. അടുത്ത ദാസന്മാർ, കർത്താവിൻ്റെ ദാസനോടും ദാസിയോടും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ദൈവമേ സ്തുതി, ദൈവമേ നന്ദി. ശരീരത്തിൻ്റെ പല അവയവങ്ങളിലും ക്യാൻസറസ് സ്പ്രെഡായിട്ടുണ്ട്. ആയതിനാൽ ദൈവത്തിൻ്റെ കരം ചലിക്കുവാൻ പ്രാർത്ഥിക്കുക. എനിക്ക് ഒരു ദുഷ്കരമായി പോയ കുറച്ച് മണിക്കൂറുകളായിരുന്നത്. കർത്താവെ, അന്ന് അവിടെ വെച്ച് ഞാൻ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവിടുന്ന് ആ പ്രാർത്ഥന കേട്ടു. പക്ഷെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്, സുമൻ വിശ്വസിച്ച, സ്നേഹിച്ച, പ്രത്യാശയർപ്പിച്ച സ്പിരിറ്റ് ജീസസ് അഭിഷേകം നിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും ജീവനായി തീരട്ടെ. എല്ലാ അവയവങ്ങളെയും അത് ജീവനുള്ളതാക്കി മാറ്റട്ടെ. ഇൻഡസ്റ്റൈനുകൾ മുറിച്ചു കളഞ്ഞതെല്ലാം പരിശുദ്ധാത്മാവ് പുനർനിർമ്മിക്കട്ടെ. ദീർഘമേറിയ ഓപ്പറേഷനിൽ വന്ന അതിൻ്റെ മുറിവുകൾ പരിശുദ്ധാത്മാവിൻ്റെ തൈലം ഇപ്പോൾ അവിടെ പുരട്ടപ്പെടട്ടെ. ക്യാൻസറസിൻ്റെ എല്ലാ ശക്തികളുടെ മേലും വാർദ്ധക്യത്തിലെത്തുവോളം സുമന് അധികാരവും വിജയവും വിടുതലും ഉണ്ടായിരിക്കട്ടെ. ജീവൻ്റെയും ശക്തിയുടെയും അഭിഷേകം എല്ലാ ആന്തരിക അവയവങ്ങളിലും
രക്തത്തുള്ളികളിൽ നിറയട്ടെ. ശിരസ് മുതൽ കാൽപാദം വരെ സ്പിരിറ്റ് ജീസസ് അഭിഷേകം നൽകുന്ന രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിന്ന രോഗസൗഖ്യത്തിൻ്റെ അഭിഷേകം ശിരസ് മുതൽ പാദം വരെ ചലിക്കട്ടെ. പുതിയ ഇൻഡസ്റ്റൈൻ ഉണ്ടാകട്ടെ, പുതിയ കിഡ്നിയും ലിവറും പ്ലീഹയും ഉണ്ടാകട്ടെ. യേശുനാമത്തിൽ 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 പുതിയ സ്റ്റൊമക്ക് ഉണ്ടാകട്ടെ, ശ്വാസകോശങ്ങൾ പുതുതാകട്ടെ, ഹൃദയധമനികൾ പുതുതാകട്ടെ, പുതിയ വാരിയലുകൾ ഉണ്ടാകട്ടെ, എല്ലാ ആന്തരിക അവയവങ്ങളും പുതുതാകട്ടെ, എല്ലാ ബാഹ്യ അവയവങ്ങളും പുനർനിർമ്മിക്കപ്പെടട്ടെ. ജീവനുണ്ടാകട്ടെ, ജീവനുണ്ടാകട്ടെ, ജീവനുണ്ടാകട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ സാക്ഷിയായി അനേകർക്ക് വചനം കൊടുക്കാൻ കർത്താവ് നിന്നെ ഉപയോഗിക്കട്ടെ. അനേക യുവജനങ്ങളെ കർത്താവിന് വേണ്ടി നേടുവാൻ കർത്താവ് സുമനെ ഉപയോഗിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സുമൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സഹായം ആവശ്യമുള്ളപ്പോഴെല്ലാം കർത്താവിൻ്റെ ദാസരുടെ ഈ പ്രാർത്ഥന കർത്താവ് ഓർമ്മിക്കുമാറാകട്ടെ. ജീവൻ്റെ അധികാരം ഞങ്ങളെല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആക്ച്വലി എൻ്റെ സർജറി എന്ന് പറഞ്ഞാൽ 14 മണിക്കൂറോളം എടുത്ത സർജറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 15 ദിവസമെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ 8ാമത്തെ ദിവസം ഞാൻ ഡിസ്ചാർജായി പോന്നു. യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടായില്ല. എൻ്റെ ശരീരത്തിൽ എൻ്റെ വയറിന് ഏകദേശം 80ഓളം സ്റ്റിച്ച് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സ്റ്റിച്ചിൽ ഒരിക്കൽ പോലും ഞാനൊരു വേദന അറിഞ്ഞിട്ടില്ല. കാരണം കർത്താവിൻ്റെ ദാസിന് എൻ്റെ ഫസ്റ്റ് ടൈം എനിക്ക് അസുഖം ഉണ്ടായ സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞിരുന്നു, നീ അഗ്നിയിലൂടെ കടന്നു പോയാലും ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, നിനക്ക് പൊള്ളലേൽക്കുകയില്ല എന്ന വചനം. ഈ മകളിൽ മാംസം ധരിച്ചതിനെ ഓർത്ത് കർത്താവിന് ഞാൻ നന്ദി പറയുന്നു എന്നാണ് ദാസിന് എനിക്ക് ഫസ്റ്റ് ടൈം ട്രീറ്റ്മെൻറ്റിൽ സമയത്ത് സർജറി കഴിഞ്ഞ സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. ശരിക്കും ആ വചനം എൻ്റെ ഈ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് സമയത്തും 2ാമത്തെ ട്രീറ്റ്മെൻറ്റ് സമയത്തും എല്ലാം ശരിക്കും മാംസം ധരിച്ചത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ശരിക്കും ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. കാരണം എൻ്റെ മുറിവിൽ, എൻ്റെ ശരീരത്തിൽ ഞാനൊരു സൂചി കൊണ്ട് കുത്തുന്ന ഒരു വേദന പോലും ഇത്രയും വലിയ സർജറി കഴിഞ്ഞിട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. കീമോ എടുക്കുമ്പോഴായാലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. സാധാരണ ഛർദി, ക്ഷീണം. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. വളരെ നോർമലായിട്ടുള്ളൊരു ലൈഫാണ് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ലീഡ് ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ശരീരത്തിൽ കഴിഞ്ഞ ദിവസം വേദന എന്താണെന്ന് ഞാൻ ശരിക്കും അറിഞ്ഞു. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ വളർത്തുന്ന പട്ടി എന്നെ കടിച്ചു കഴിഞ്ഞ ദിവസം. അപ്പോൾ ആ സമയത്ത് ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു, മുറിവിലെടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ. ശരിക്കും അതെനിക്ക് ഭയങ്കര വേദനയുണ്ടാക്കി. അപ്പോഴാണ് ശരിക്കും ഞാൻ തിരിച്ചറിഞ്ഞത്, ദൈവം എന്നെ അനുഗ്രഹിച്ചത് തിരിച്ചറിഞ്ഞത് ആ വേദന അനുഭവിച്ചപ്പോഴാണ്. അപ്പോഴാണ് ഞാൻ ശരിക്കും ആ സർജറിയുടെ സമയത്ത് എനിക്ക് ഉണ്ടാവാതെ ഇരുന്ന വേദന ദൈവത്തിൻ്റെ അത്രയും വലിയൊരു അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. കാരണം പട്ടി കടിച്ചിട്ട് ഇഞ്ചക്ഷൻ മുറിവിലെടുത്തപ്പോൾ ജീവൻ പോകുന്ന വേദനയായിരുന്നു. ആ വേദന അനുഭവിച്ച് ശരിക്കും എനിക്കൊരു തിരിച്ചറിവാണ് തന്നത്. ശരിക്കും ഞാൻ ആ സർജറിയുടെ സമയത്ത് ദൈവത്തിനെ ഞാൻ എത്രത്തോളം മഹത്വപ്പെടുത്തണം എന്നുള്ളൊരു ചിന്തയാണ് ആ വേദന അനുഭവിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു.